നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ കാരുണ്യ കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം ചെറുതോണിയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിൽ കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിലെ ബ്ലാത്തിക്കവല തലക്കോട് റോഡ് യാത്രായോഗ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലാത്തിക്കവല വെള്ളക്കയം ഗ്രാമവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. പതിറ്റാണ്ടുകളായി ഇവിടെ അധിവസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗണിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ 40ാം വെള്ളി ആചരണം നടന്നു. തുമ്പച്ചിയുടെ പ്രവേശന കവാടമായ ഗെത്സമേനിയിൽ നിന്നും മലമുകളിലേക്ക് സെന്റ് മേരീസ് പുത്തൻപള്ളി സഹവികാരി ഫാദർ ജോർജ് തറപ്പലിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി. വാർത്തകൾ വിശദമായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ കാരുണ്യം കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം ചെറുതോണിയിൽ നടന്നു. ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ KVVS സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിൽ കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ അംഗമായിരിക്കുകയും സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നതിനിടയിൽ രോഗം മൂലമോ മറ്റു കാരണങ്ങളാലോ ആകസ്മികമായി മരണമടയുന്ന അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇടുക്കി ജില്ലാ കമ്മിറ്റി 5 ലക്ഷം രൂപ നൽകിക്കൊണ്ട് അവരുടെ ആശ്രിതർക്ക് കൈത്താങ്ങാവുന്ന പദ്ധതിയാണ് കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി. പദ്ധതി രൂപീകരിച്ച ശേഷം മരണമടഞ്ഞ 3 അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണമാണ് ജില്ലാ വ്യാപാര ഭവനിൽ നടന്നത്. KVVS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിൽ കാരുണ്യ കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓൺലൈൻ വ്യാപാരവും വഴിവായ്പവും GSTയുടെയും ഫുഡ് സേഫ്റ്റിയുടെയും ലീഗൽ മെട്രോളജിയുടെയും തൊഴിൽ നിയമത്തിന്റെയും പ്ലാസ്റ്റിക് നിരോധനത്തിന്റെയും ഒക്കെ മറവിൽ വ്യാപാര സ്ഥാപനങ്ങൾ കയറി വ്യാപാരികളെ ദ്രോഹിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ വെല്ലുവിളിയെ വ്യാപാരി സമൂഹം നേരിട്ടപ്പം ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയെ കാത്തുനിൽക്കാതെ ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാര സമൂഹത്തിന്റെ ആത്മധൈര്യം വീണ്ടെടുത്തു കൊടുക്കാൻ അവരുടെ തൊഴില് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയും നിവേദനങ്ങൾ നടത്തിയും പരിഹാരം കാണാൻ ഒരു പരിധിവരെ പ്രവർത്തിച്ച സംഘടന. ചെയർമാൻ സിബി കൊല്ലംകുടി ആമുഖ പ്രഭാഷണം നടത്തി. കാരുണ്യം മൊബൈൽ ആപ്പ് ലോഞ്ചിംഗ് സെക്രട്ടറി ആർ രമേശനും അംഗങ്ങളുടെ ID കാർഡ് വിതരണം ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിലും നിർവഹിച്ചു. KVVSന്റെ മറ്റു ഭാരവാഹികളായ PC ജേക്കബ്, KR വിനോദ്, PM ബേബി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. സജീവ പ്രവർത്തകരായിരിക്കെ അകാലത്തെ മരണമടഞ്ഞ കല്ലാർകുട്ടി യൂണിറ്റിലെ സാബു മുത്തായി, വട്ടവടയിലെ മുരുകൻ, വെസ്റ്റ് പൂപ്പാറ യൂണിറ്റ് അംഗമായിരുന്ന R സോളമൻ എന്നിവരുടെ കുടുംബാംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും ചേർന്ന് കാരുണ്യം കുടുംബ സുരക്ഷാ നിധി ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അന്താരാഷ്ട്ര ജലദിനത്തോട് അനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ നേതൃത്വത്തിൽ കൊലുമ്പൻ കോളനിയിലെ പഞ്ചായത്ത് പൊതുകിണർ ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇടുക്കി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് ഓഫീസർ B പ്രസാദ് നേതൃത്വം നൽകി. മാർച്ച് 22 അന്താരാഷ്ട്ര ജലദിനത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് പഞ്ചായത്ത് കുലുമ്പൻ കോളനിയിൽ നിർമ്മിച്ച പൊതുകിണർ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന കിണറാണ് ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇടുക്കി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ഓഫീസർ B പ്രസാദ് നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇടുക്കി സെക്ഷൻ ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ KC ആനന്ദൻ, കുലുമ്പൻ കോളനി VSS സെക്രട്ടറി സനൽ A, അനീഷ് T തോമസ്, രതീഷ് P ജോയി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഇടുക്കി നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ, കുലുമ്പൻ കോളനി നിവാസികൾ തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊലുമ്പൻ കോളനി നിവാസികൾ ഉപയോഗിക്കുന്ന ഒരു പൊതു കിണർ നമ്മൾ വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ജലത്തിനു വേണ്ടി യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ
ജലം സമാധാനത്തിന് വേണ്ടി എന്ന ആപ്തവാക്യമാണ് ഈ തവണത്തെ അന്താരാഷ്ട്ര ജലദിനം പ്രമാണിച്ച് നമ്മുടെ മോട്ടോ. അതിനുവേണ്ടി ഇടുക്കി വന്യജീവി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കൊലുമ്പൻ കോളനി നിവാസികൾക്ക് വേണ്ടിയും പരിസരത്തുള്ള മറ്റ് വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയും ഇടുക്കി വന്യജീവി സംഘത്തിലെ ജീവനക്കാരും സ്റ്റാഫുകളും മറ്റ് മിനിസ്റ്റർ വിങ്ങിലെ ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഈ അന്താരാഷ്ട്ര ജലദിനത്തിൽ ഈ പൊതു കിണർ വൃത്തിയാക്കുന്ന പരിപാടി ഇവിടെ നടന്നു വരുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. വണ്ണപ്പുറം പഞ്ചായത്തിലെ ബ്ലാത്തിക്കവല തലക്കോട് റോഡ് യാത്രായോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലാത്തിക്കവല വെള്ളക്കയം ഗ്രാമവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. പതിറ്റാണ്ടുകളായി ഇവിടെ അധിവസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഞ്ഞിക്കുഴി വണ്ണപ്പുറം പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമങ്ങളിലെ 200ഓളം കുടുംബങ്ങളാണ് സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിക്കാത്തത് മൂലം വോട്ട് ബഹിഷ്കരിച്ച് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. ബ്ലാത്തിക്കവല തലേക്കാട് റോഡിന്റെ 6 കിലോമീറ്റർ ദൂരം നിർമ്മിക്കാത്തതിലാണ് ഇവരുടെ പ്രതിഷേധം. PJ ജോസഫ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് 5,35,00,000 രൂപ റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടി മൺജോലികൾ തീർത്തെങ്കിലും ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ റോഡിലൂടെ വാഹന കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. 2015 മന്ത്രി G. സുധാകരന്റെ കാലത്ത് 6 കോടി രൂപ കൂടി അനുവദിച്ചു. ഇതുകൊണ്ടും റോഡ് പൂർത്തിയായില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രദേശത്തെ 200ഓളം കുടുംബങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾ ഒരുപാടായി നമ്മളിതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു രോഗികളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡില്ലാത്തതിൻ്റെ പേരിൽ. റോഡില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊരു കുടിയേറ്റ മേഖലയാണ്. ഒരു 50 വർഷത്തെ പഴക്കമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. എല്ലാവർക്കും കുടിയേറ്റ മേഖലയിൽ വന്നു കഴിയുമ്പം റോഡുണ്ടാവും എന്നൊക്കെയുള്ളൊരു സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ ഈ സംഭവം എല്ലാ ഗവൺമെൻറ്, നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടിയായിട്ട് നമ്മൾ പറയുന്നില്ല, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളല്ല. ഇപ്പം ഇവർ നിലവിൽ നമ്മൾ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധമാണ്. 30 വർഷമായി ഉള്ള ഒരു റോഡാണിത്. PWD ഏറ്റെടുത്തിട്ട് ഏകദേശം 15 വർഷത്തോളം ആയിട്ടുണ്ട്. PWDയുടെ അനാസ്ഥ മൂലമാണ് ഇത്. റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും തമ്മിലുള്ള സാങ്കേതികത്വം അവർ പറയുന്നുണ്ട്. റവന്യൂ വകുപ്പ് പറയുന്നത് ഫോറസ്റ്റ് വകുപ്പിനുള്ള സ്ഥലം ഇതുവരെ കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. PWD ആണ് ഇപ്പോൾ ഈ റോഡ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ അനാസ്ഥ മൂലമാണ് ഇത് ഇത്രയും കാലം താമസിക്കുന്നത്. ഏകദേശം 200ഓളം കുടുംബങ്ങളാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നോ റോഡ് നോ വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി ഇവർ ബാനറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള തർക്കമാണ് റോഡിന് തടസ്സമായിരിക്കുന്നത്. റോഡിലൂടെ കടന്നുപോകുന്ന ഭൂരിഭാഗം പ്രദേശവും ജനങ്ങളുടെ പട്ടയഭൂമിയിലാണ്. എന്നാൽ 1902 വനനിയമം എന്ന മുടന്തൻ വാദം ഉയർത്തിക്കാട്ടിയാണ് വനം വകുപ്പ് റോഡിന്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നത്. ഈ റോഡ് പൂർത്തിയായാൽ കഞ്ഞിക്കുഴി, വെൺമണി, വണ്ണപ്പുറം മേഖലയിലുള്ളവർക്ക് എളുപ്പം കോതമംഗലത്തേക്ക് എത്തുവാനും ഇടുക്കി, നേര്യമംഗലം, ആലപ്പുഴ, മധുര എന്നീ സംസ്ഥാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണ് ബ്ലാത്തിക്കവല തലക്കോട് റോഡ്. പ്രാദേശികമായ വികസനത്തിനും 200ഓളം കുടുംബങ്ങളുടെ പ്രധാന യാത്രാമാർഗവുമായ റോഡ് പൂർത്തീകരിക്കാനായില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരണം മാത്രമല്ല വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗണിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു എട്ടുതൊട്ടിയിൽ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗണിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു എട്ടുതൊട്ടിയിൽ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. നമ്മുടെ എല്ലാമായ പ്രിയങ്കരനായ നേതാവിനെ ജയിലിൽ കിടക്കാൻ നമുക്ക് സമാധാനപരമായിട്ട് അടങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രതിഷേധമായിട്ട് നമ്മളിന്ന് തൊടുപുഴയിൽ റാലി നടത്തി ഉപരോധ സമരത്തിൽ നടത്തിയിരിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. തൊടുപുഴ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു.
പ്രകടനത്തിൽ മോദിയുടെ ചിത്രം കത്തിച്ച് പ്രതിഷേധിച്ചു. ആം ആദ്മി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ യോഗത്തിൽ പ്രസംഗിച്ചു. 2 സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ അറസ്റ്റ് ചെയ്തത് BJP കേജ്രിവാളിനെ ഭയപ്പെടുന്നതുകൊണ്ടാണെന്നും BJPയുടെ കരിനിയമങ്ങളും അഴിമതിയും സുപ്രീം കോടതി ചോദ്യം ചെയ്തതിനെ തുടർന്ന് BJPക്കെതിരെ ഉണ്ടായിട്ടുള്ള ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനും വേണ്ടിയാണ് ഈ അറസ്റ്റ് എന്നും ബേസിൽ പറഞ്ഞു. രാജ്യത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഭരണം നടത്തുന്ന, പ്രത്യേകിച്ച് പഞ്ചാബും ഡൽഹിയിലും ജനക്ഷേമകരമായ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരിക്കുന്ന അരവിന്ദ് കേജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് പാതിരായിൽ വന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകളുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് BJPക്ക് നാട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ടും അതുപോലെ തന്നെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് കൊണ്ടുവന്നിരുന്ന വിധികളും അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന തീരുമാനങ്ങളെല്ലാം സുപ്രീം കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞപ്പോൾ അതിനെതിരെ ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ഏറ്റവും നല്ല ജനകീയനായ നേതാവിനെ, ഇന്ത്യയിൽ ഏറ്റവും നല്ല ഭരണം നടത്തുന്ന നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് BJP അവരുടെ കപട നാടകങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. പ്രതിഷേധ സമരത്തിന് തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടത്തിൽ നേതൃത്വം നൽകി. പാർട്ടിയുടെ ജില്ലാ നിയോജകമണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ മായ ബാബു, ഔസേപ്പച്ചൻ പഴയിടം, അഭിലാഷ് ബഷീർ, ജാസിൽ K ഫിലിപ്പ്, വത്സമ്മ ജോസഫ്, റോബിൻ സെബാസ്റ്റ്യൻ, സജി K പോലോസ്, സച്ചിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. UDF ഇടുക്കി പാർലമെന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനും റോഡ് ഷോയും UDF പുറപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. മണ്ഡലം കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. UDF ഇടുക്കി പാർലമെന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും റോഡ് ഷോയും UDF പുറപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. വഴുത്തല SBI ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയ്ക്കും തുടർന്ന് വഴുത്തല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിലും മണ്ഡലം ചെയർമാൻ റെനീഷ് മാത്യു, കോർഡിനേറ്റർ സോമി വട്ടക്കാട്ട്, കൺവീനർ മാർട്ടിൻ ജോസഫ്, ജിജി വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, മുൻ പ്രസിഡന്റ് തോമസ് പയറ്റിനാൽ, മാത്യു ആന്റണി, സണ്ണിച്ചൻ ആന്റണി, ടോമിച്ചൻ മുണ്ടുപാലം, ക്ലെമന്റ് ഇമ്മാനുവൽ, അഡ്വക്കേറ്റ് ജോൺസൺ, ജോർജ് മുല്ലക്കരി, പഞ്ചായത്ത് ബാങ്ക് മെമ്പർമാർ, UDF നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡലം കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ഇതിഹാസമാക്കി മാറ്റാം എല്ലാവർക്കും ഒരുമിച്ച് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഏകദേശം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വിവാദം ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും സാധ്യത വളരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. DCC സെക്രട്ടറി NI ബെന്നി, DCC ട്രഷറർ ഇന്ദു സുധാകരൻ, UDF കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, UDF ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് ജോൺ, മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വഴുത്തല. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ 40-ാം വെള്ളി ആചരണം നടന്നു. രാവിലെ 9-ന് തുമ്പച്ചിയുടെ പ്രവേശന കവാടമായ ഗെത്സമേനിയിൽ നിന്നും മലമുകളിലേക്ക് കുരിശിന്റെ വഴി സെന്റ് മേരീസ് പുത്തൻപള്ളി സഹവികാരി ഫാദർ ജോർജ് തറപ്പലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. തുടർന്ന് പാലാ രൂപതയുടെ ധ്യാന കേന്ദ്രമായ മൗണ്ട് നെബോ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് മൂക്കൻ തോട്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ ജോൺ കണ്ണന്താനം വചന സന്ദേശം നൽകി. ഊട്ടുനേർച്ചയുടെ ആശീർവാദം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ മൈക്കൽ കിഴക്കേപ്പറമ്പിൽ നിർവഹിച്ചു. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ 40-ാം വെള്ളി ആചരണം നടന്നു. രാവിലെ 9-ന് തുമ്പച്ചിയുടെ പ്രവേശന കവാടമായ ഗെത്സമനയിൽ നിന്നും മലമുകളിലേക്ക് കുരിശിന്റെ വഴി സെന്റ് മേരീസ് പുത്തൻപള്ളി സഹവികാരി ഫാദർ ജോർജ് തറപ്പേലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. തുടർന്ന് പാലാ രൂപതയുടെ ധ്യാന കേന്ദ്രമായ മൗണ്ട് നെബോ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് മൂക്കന്തോട്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അവരത് ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു. അത് 12 കുട്ടിയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചവർ സ്ത്രീകളും കുട്ടികളും വഴി ഏകദേശം 5000 പേരായിരുന്നു. എല്ലാവർക്കും സന്തോഷത്തിന് പ്രത്യാശനം കൊടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. അങ്ങയുടെ സംരക്ഷണത്തിന് കൃത്യതയായി ലോകം സമർപ്പിച്ച ബലി പോലെയും വിധയുടെ കൊച്ചുകാശ് പോലെയും ഞങ്ങൾ ബലികളും കാഴ്ചകളും കാരണവരെ സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന് മേലും അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ നേർച്ചയോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളോടും സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഈ കുടുംബത്തിലെ നായകനായിരിക്കുന്നതുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിന് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഫാദർ ജോൺ കണ്ണന്താനം വചന സന്ദേശം നൽകി. ഊട്ടുനേർച്ചയുടെ ആശീർവാദം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ മൈക്കൽ കിഴക്കേപ്പറമ്പിൽ നിർവഹിച്ചു. തുടർന്ന് 12-ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോർജ് തറപ്പേൽ നേതൃത്വം കൊടുത്തു. പ്രഭാതം മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഭക്തജനങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾക്ക് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ, സഹവികാരി ഫാദർ ജോർജ് തറപ്പേൽ, കൈക്കാരന്മാരായ ടോമി പുളിമൂട്ടിൽ, അലക്സ് മഞ്ഞക്കുന്നേൽ, സിജു ചെറുവള്ളത്ത്, ജിൻഡി മറ്റത്തിൽ, പാരിഷ് കൗൺസിൽ പ്രതിനിധികൾ, വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം. കുട്ടിക്കാനം മാർ ബേസിലിയോസ് എഞ്ചിനീയറിംഗ് കോളേജും സാമൂഹിക സേവന രംഗത്ത് പ്രശസ്തരായ ഐക്യൻ ചാരിറ്റീസും സംയുക്തമായി പഠനത്തിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഐക്യൻ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു. കോളേജ് ഡയറക്ടർ പ്രിൻസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 6 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ അർഹരായ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. കുട്ടിക്കാനം മാർ ബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജും സാമൂഹ്യ സേവന രംഗത്ത് പ്രശസ്തരായ ഐക്കൺ ചാരിറ്റീസും സംയുക്തമായി പഠനത്തിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഐക്കൺ എക്സലൻസ് അവാർഡ് വിതരണം നടന്നു. കോളേജ് ഡയറക്ടർ പ്രിൻസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 6 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ അർഹരായ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ജാതിമത ഭേദമന്യേ അർഹരായ വിദ്യാർത്ഥികൾക്ക് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഐക്കൺ ചാരിറ്റീസിനെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. ഐക്കൺ ചാരിറ്റീസ് ചെയർമാൻ ജോർജ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം സാമൂഹ്യ സേവനത്തിൽ തൽപരരാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓർത്തഡോക്സ് സഭയുടെ ഇന്റേണൽ ഓഡിറ്ററും കേരള ഗവേണിംഗ് ബോർഡ് അംഗവുമായ CA ജേക്കബ് മാത്യു, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VA ജോർജ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഏലിയാസ് ജോൺസൺ, പ്ലേസ്മെന്റ് ഓഫീസർ നികിത് കെ സ്കറിയ, അജീഷ് P ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. തോട്ടം മേഖലയിലെ പ്രധാന ആശുപത്രിയായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവശ്യ മരുന്നുകൾ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. മണിക്കൂറുകൾ കാത്തിരുന്ന് ഡോക്ടറെ കണ്ട് കുറിപ്പെഴുതി വാങ്ങി ഫാർമസിയിൽ എത്തുമ്പോഴാണ് മരുന്നില്ല എന്ന് രോഗികൾ അറിയുന്നത്. പിന്നീട് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് ഇവർ മരുന്ന് വാങ്ങുന്നത്. വലിയ വില നൽകി മരുന്ന് വാങ്ങേണ്ടി വരുന്നത് നിർധനരും സാധാരണക്കാരുമായ രോഗികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പരാതികളുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിഹരിക്കാനാവുമെന്നും ആശുപത്രിയുടെ ചുമതലയുള്ള അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M മാലതി പറഞ്ഞു. പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൻസിയും പറഞ്ഞു. തോട്ടം മേഖലയിലെ പ്രധാന ആശുപത്രിയായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവശ്യമരുന്നുകളില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. മണിക്കൂറുകൾ കാത്തിരുന്ന് ഡോക്ടറെ കണ്ട് കുറിപ്പെഴുതി വാങ്ങി ഫാർമസിയിൽ എത്തുമ്പോഴാണ് മരുന്നില്ല എന്ന് രോഗികൾ അറിയുന്നത്. പിന്നീട് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് ഇവർ മരുന്ന് വാങ്ങുന്നത്. വലിയ വില നൽകി മരുന്ന് വാങ്ങേണ്ടി വരുന്നത് നിർധനരും സാധാരണക്കാരുമായ രോഗികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പാരസിറ്റമോൾ, TT തുടങ്ങിയ അവശ്യമരുന്നുകൾ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിലെ വർധനവും സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന മരുന്നിന്റെ പരിധി കഴിഞ്ഞതുമാണ് മരുന്നുകളുടെ കുറവിന് കാരണമാകുന്നത്. ചുമയും പനിയുമായി കുട്ടികളടക്കം നിരവധി രോഗികളാണ് ആശുപത്രിയിൽ എത്തുന്നത്. കുട്ടികൾക്കുള്ള പാരസിറ്റമോൾ സിറപ്പ്, സിട്രസിൻ അടക്കമുള്ള മരുന്നുകൾ പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കടക്കം രോഗനിർണയത്തിനുള്ള പരിശോധനകൾ പുറത്തെ ലാബുകളിലാണ് ചെയ്യുന്നത്. മരുന്ന് വാങ്ങിയ ഇനത്തിൽ മെഡിക്കൽ സ്റ്റോറുകൾക്കും പരിശോധനകൾ നടത്തിയ ഇനത്തിൽ സ്വകാര്യ ലാബുകൾക്കും ആശുപത്രിയിൽ നിന്നും ലക്ഷങ്ങളാണ് നൽകാനുള്ളത്. ഇന്ത്യന്റെ പ്രകാരം 466 ഇനത്തിലുള്ള മരുന്നുകളാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്. ഇതിൽ മിക്ക മരുന്നുകളും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമല്ല. പീരുമേട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി മരുന്നുകളുടെ ക്ഷാമം ഉണ്ടായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഷുഗറിനാണെങ്കിലും അതുപോലെ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ BP അടക്കമുള്ള നിത്യ രോഗികൾ ചെന്നാൽ 6-7 മരുന്നിന് എഴുതി കൊടുത്താൽ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന 3
മരുന്നല്ലെങ്കിൽ 4. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയാൽ ഒരു 3-4 മാസമായി ഈ ആശുപത്രിയിലെ ഒരു സ്ഥിതി ഇതാണ്. ഇപ്പോൾ ഡോക്ടറും സൂപ്രണ്ടോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചും പറയുന്നത് സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും മരുന്നില്ല, മരുന്നൊക്കെ ഉടനെ വരും എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക്, കോൺട്രാക്ടർമാർക്ക് ഏതാണ്ട് കോടികൾ സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് മരുന്നുകൾ ലഭ്യമാക്കാത്തത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ തോട്ടം തൊഴിലാളികളും കർഷകരും ചെറിയ വരുമാനമുള്ള ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഏക ചികിത്സാ കേന്ദ്രമായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കും. ഒരു സാമ്പത്തിക വർഷം 73 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് പീരുമേട് താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ തുക മറികടന്നു കഴിഞ്ഞു. പരാതികളുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിഹരിക്കാനാവുമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം മാലതി പറഞ്ഞു. പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൻസി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. ബിസിനസ് വാർത്ത. 2 പതിറ്റാണ്ടിലേറെയായി കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കാരൂപ്പറമ്പിൽ ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ പുതിയ ഓഫീസ് തൊടുപുഴ പാലാ റോഡിൽ മാതാ ഷോപ്പിംഗ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് പറക്കനാൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ജോസ് മഠത്തിലിന്റെയും വിവിധ ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അനുദിനം വളരുന്ന ബിൽഡിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ കാലാനുസൃതമായ സാങ്കേതിക മികവോടെയും വിദഗ്ധരായ എഞ്ചിനീയേഴ്സിന്റെ സേവനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി കെട്ടിടങ്ങളുടെ പ്ലാൻ, എസ്റ്റിമേറ്റ്, എലിവേഷൻ, സൂപ്പർവിഷൻ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിംഗ് സേവനങ്ങളും വീടുകളുടെ ത്രിമാന രൂപഘടന നൽകുന്ന 3D ഇമേജ് ആൻഡ് വീഡിയോ റെൻഡറിംഗ് സംവിധാനങ്ങളോടെ വീടുകളും എല്ലാവിധ കൊമേഴ്സ്യൽ കെട്ടിടങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസൃതമായി നിർമ്മിച്ചു നൽകി വരുന്ന കാരൂപ്പറമ്പിൽ ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ പുതിയ ഓഫീസ് മന്ദിരം തൊടുപുഴ പാലാ റോഡിൽ മാതാ ഷോപ്പിംഗ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ടൗൺ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് പാറക്കനാൽ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. അങ്ങയുടെ മുഖത്തിന്റെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഞങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ രൂപത്തിന് മുമ്പിൽ ഒരുമിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാപനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘകാലമായി ഈ മേഖലയിൽ പരിചയസമ്പന്നരായ ആളുകൾ നടത്തുന്ന കാലഘട്ടത്തിനനുസൃതമായ നിർമ്മാണ പ്രവർത്തന രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതേപോലെ ഉൾക്കൊണ്ട് ആ മേഖലയിൽ വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് തൊടുപുഴയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. വളരുന്ന തൊടുപുഴയ്ക്ക് നിർമ്മാണ രംഗത്ത് തീർച്ചയായും ഈ ബിൽഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ കഴിവുകൾ ഏറ്റവും അധികം ഉപകാരപ്രദമാകും. ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇതിലൊരു പങ്കാളിയാകാനും സാധിച്ച് സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്ഥാപനത്തിന് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ, കബീർ കാസിം, മോഹൻദാസ്, കരിമണൂർ പഞ്ചായത്ത് മെമ്പർ ജോജോ പോൾ, വെള്ളിയാമറ്റം മർച്ചന്റ് യൂണിറ്റ് പ്രസിഡന്റ് MJ മാത്യു
തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ കാരുണ്യ കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം ചെറുതോണിയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിൽ കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിലെ ബ്ലാത്തിക്കവല തലക്കോട് റോഡ് യാത്രായോഗ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലാത്തിക്കവല വെള്ളക്കയം ഗ്രാമവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. പതിറ്റാണ്ടുകളായി ഇവിടെ അധിവസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗണിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ 40ാം വെള്ളി ആചരണം നടന്നു. തുമ്പച്ചിയുടെ പ്രവേശന കവാടമായ ഗെത്സമേനിയിൽ നിന്നും മലമുകളിലേക്ക് സെന്റ് മേരീസ് പുത്തൻപള്ളി സഹവികാരി ഫാദർ ജോർജ് തറപ്പലിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.